السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين وبعد فإني أوصيكم وإياي بتقوى الله. ബഹുമാനാദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു തആല ആഖിബത്ത് നന്നായി മരിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ളുയൂഫുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അതിഥികളായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് അവരെ നാടുകളിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു. പല ആളുകളും നാടുകളിലേക്ക് എത്തി, പല ആളുകളും യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി യാത്ര പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഇനി എത്താനുള്ള ആളുകൾക്കൊക്കെ ആരോഗ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അഹ്ലുകാരിലേക്ക് ചെന്ന് ചേരാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വന്നവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷം ഹജ്ജിന് പുറപ്പെട്ട് അവിടെ വെച്ച് മരണപ്പെട്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മരണത്തിന് മുമ്പ് ഈ പരിശുദ്ധമായ കർമ്മങ്ങളൊക്കെ സ്വീകാര്യയോഗ്യമായ രീതിയിലും കുറ്റമറ്റതായ രീതിയിലുമൊക്കെ നിർവഹിക്കാനും അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്തടക്കുവാനും റബ്ബ് സുബ്ഹാനഹു തആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ സന്ദർഭത്തിൽ ഹജ്ജ് കഴിഞ്ഞ് തിരികെ വരുന്ന ആളുകൾ പിന്നെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഹജ്ജ് കഴിഞ്ഞ് തിരികെ വരുന്നവരോട് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളും കുറിച്ച് വളരെ കുറച്ച് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ഖല്ലൂബി 2-ാം ജുസ് 151-ാമത്തെ പേജിൽ കാണാം ഖാത്തിമത്തുൻ. ഇതൊരു അവസാനമാണ് എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ ബാബൊക്കെ തീർന്ന് ഇനി ബൈഇൻ്റെ ബാബ് തുടങ്ങുക. അപ്പോൾ ഒരു പര്യവസാനമായി സൂചിപ്പിക്കുന്നൊരു കാര്യമാണ്. യുന്ദബു അൻ യഹുജ്ജ റജുലു ബി അഹ്ലിഹി, ഒരാൾക്ക് അവൻ്റെ അഹ്ലുകാരോട് കൂടെ ഹജ്ജ് ചെയ്യലിനെ സുന്നത്താക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് പിന്നെ യാത്രയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഒരാൾ യാത്ര കഴിഞ്ഞ് തിരികെ വരുമ്പോൾ തൻ്റെ അഹ്ലുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചില സാധനങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ അവനിൻ്റെ വരവ് ഓൽക്കറിയില്ലെങ്കിൽ ഓന് വരുന്ന വിഷയം അവരെ അറിയിക്കണം. അതുപോലെ തന്നെ അസമയത്തൊന്നും കയറി ചെന്ന് അവരെ ബുദ്ധിമുട്ടാക്കരുത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നെ ഈ പറയുന്നതിൻ്റെ ഇടക്ക് ബഹുമാനപ്പെട്ട ഖല്ലൂബി പറയുന്നത് കാണാം. ഈ യാത്ര കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക്, യാത്ര കഴിഞ്ഞ് വരുന്ന ആൾ പറഞ്ഞപ്പോൾ ഹജ്ജ് അതുപോലെ തന്നെ ഉംറയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ യാത്ര കഴിഞ്ഞ് വരുന്ന ആളുകളാണല്ലോ. അവർക്കൊക്കെ വേണ്ടി യസ്ന അഹ്ലുഹു ലഹു, ഇവർക്ക് വേണ്ടി തയ്യാറാക്കലും സുന്നത്താക്കപ്പെടും. അഹ്ലുഹു, ഇവരുടെ അഹ്ലുകാർ, വലീമത്തൻ, സദ്യയെ തയ്യാറാക്കി കൊടുക്കുക, ഒരു സൽക്കാരത്തെ. തുസമ്മ നഖീഅത്ത, ആ വലീമത്തിനെ കുറിച്ച്, ആ സദ്യയെക്കുറിച്ച് നഖീഅത്ത് എന്നാണ് പറയപ്പെടുക. അപ്പം സദ്യ അവർക്ക് വേണ്ടി ഒരിക്കൽ തയ്യാറാക്കപ്പെടണം. ഹജ്ജ് കഴിഞ്ഞ് വരുന്നവർക്ക് വീട്ടിലേക്ക് വരുമ്പോൾ നല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അവർക്ക് തയ്യാറാക്കി കൊടുക്കുക. വഅൻ യുഖാല ലഹു, അവരോട് പറയലിനെയും സുന്നത്താക്കപ്പെടും. ഇൻകാന ഹാജൻ, അവൻ ഹാജിയാണെങ്കിൽ, ഔ മുഅ്തമിറൻ, അല്ലെങ്കിൽ അവന് ഉംറ ചെയ്ത് നിർവഹിച്ച് നാട്ടിലേക്ക് വരുന്ന ആളാണ്, അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആളാണ് എങ്കിൽ അവനോട് പറയലിനെയും സുന്നത്താക്കപ്പെടും. തഖബ്ബലല്ലാഹു ഹജ്ജക ഔ ഉംറതക വഗഫറ ദംബക വഅഖ്ലഫ അലൈക നഫഖതക എന്ന് അവരോട് പറയലിന് സുന്നത്താക്കപ്പെടും. എന്താ അർത്ഥം? തഖബ്ബലല്ലാഹു, അള്ളാഹു സ്വീകരിക്കട്ടെ, ഹജ്ജക, നിങ്ങളുടെ ഹജ്ജിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഔ ഉംറതക, അല്ലെങ്കിൽ ഉംറ ചെയ്തു വരുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഉംറയെ അള്ളാഹു സ്വീകരിക്കട്ടെ. വഗഫറ ദംബക, നിങ്ങളുടെ ദോഷത്തെ അള്ളാഹു തആല പൊരുത്തപ്പെട്ടു തരട്ടെ, എല്ലാ ദോഷങ്ങളെയും. വഅഖ്ലഫ അലൈക, നിങ്ങളുടെ മേൽ അള്ളാഹു തആല പകരം നൽകട്ടെ. നഫഖതക, നിങ്ങളുടെ ചിലവുകളെ. ഒരുപാട് ചിലവുണ്ട്, ലക്ഷക്കണക്കിന് റുപ്യ ചിലവാക്കി പോയതാണ്. പിന്നെ ഒരുപാട് സാധനങ്ങൾ അവിടെ വാങ്ങാനും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ചിലവുകൾ വന്നിട്ടുണ്ടാവും. അതിനൊക്കെ അല്ലാഹു തആല നിങ്ങൾക്ക് പകരം നൽകട്ടെ.
എന്നിട്ടൊക്കെ പറയുന്നത് കാണാം. അപ്പോൾ ആ അവർക്ക് ദുആ ചെയ്തൊടുക്കൽ സുന്നത്താണ്. ഇനി ഹാജിക്ക് സുന്നത്തായ സംഗതി, വയുന്തബുലിൽ ഹാജി, ഹജ്ജ് ചെയ്തു വന്ന ആളുണ്ടല്ലോ അവനിക്ക് സുന്നത്താക്കപ്പെടും അദ്ദുആഉ ലിഗൈരിഹി, മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യലിനെ സുന്നത്താക്കപ്പെടും ബിൽ മഗ്ഫിറത്തി, പാപമോചനം കൊണ്ട്. അവരെ മറ്റുള്ളവർക്കൊക്കെ ദോഷം പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞാണ്ട് ദ്വാരക്കൽ സുന്നത്താക്കപ്പെടും. കാരണം അവരെന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ പരിപൂർണമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് നിർവഹിച്ച് കഴിയലോടുകൂടി ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസം ഒരു കുട്ടിയുടെ കൽബിൻ്റെ അവസ്ഥ എന്തോ ആ അവസ്ഥയിലായിരിക്കും അവർ. അപ്പോൾ അവർ ദുആന് ഇജാബത്തുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ തന്നെ ഹജ്ജ് ചെയ്തവരെ ഹജ്ജുകളാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. പിന്നെ മഗ്ഫിറത്ത് കൊണ്ട് അവർ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യലിനെ സുന്നത്താക്കപ്പെടും. വഇല്ലം യസ്അൽഹു, അവരോട് വേറെ ദ്വാരക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ലെങ്കിലും ശരി അവർ ദുആ ചെയ്തവർക്ക് സുന്നത്താക്കപ്പെടും. വലിയ ഗൈരിഹി, മറ്റുള്ളവർക്ക് സുന്നത്താക്കപ്പെടും. സുആലു ദുആഇ, ദുആ ആവശ്യപ്പെടലിനെ സുന്നത്താക്കപ്പെടും. മിൻഹു, ഈ ഹാജിയുടെ പക്കൽ നിന്ന്, ബിഹ, ഈ മഗ്ഫിറത്ത് കൊണ്ട്. ഹാജിയെ കാണാൻ പോകുമ്പോൾ അവനോട് പറയാം, നിങ്ങൾ എനിക്കും വേണ്ടി ദുആ ചെയ്യണം, എൻ്റെ ദോഷങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് മറ്റുള്ളവർ ഹാജിയോട് പറയലിനെ സുന്നത്താക്കപ്പെടും. വദക്കറു, മഹാന്മാരായ ഫുഖഹാ പറഞ്ഞു, അന്നദാലിക്ക, ഈ പറഞ്ഞൊരവസ്ഥ ഉണ്ടല്ലോ, ഈ പറയപ്പെട്ട അവസ്ഥ, ഈ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അതുപോലെ മറ്റുള്ളവർ അവനവന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണമെന്നൊക്കെ പറഞ്ഞ ആ അവസ്ഥ യംതദ്ദു, അത് നീണ്ടു നിൽക്കും. 40 യൗമൻ, 40 ദിവസം നീണ്ടു നിൽക്കും. മിൻ ഖുദൂമിഹി, അവൻ വന്നത് മുതൽ 40 ദിവസം അത് നീണ്ടു നിൽക്കുമെന്ന് മഹാന്മാരായ ഫുഖഹാ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മറ്റൊരു അഭിപ്രായത്തിൽ 90 ദിവസം നീണ്ടു നിൽക്കുന്നൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും ഇതൊക്കെ നമ്മളും അതുപോലെ ഹജ്ജ് ചെയ്ത് വന്ന ആളുകളും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ത്വാഅത്തിലും വജ്ഹിലും റിളയിലുമായി ജീവിച്ച് അള്ളാഹുവിൻ്റെ ലിഖാ ലഭിക്കുന്ന മഹാന്മാരെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മവും ഉംറ കർമ്മവും ഒക്കെ നിർവഹിച്ച് സിയാറത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളൊക്കെ സിയാറത്ത് ചെയ്തൊക്കെ കഴിഞ്ഞ് എല്ലാ ബാധ്യതകളും തീർന്ന് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഊസിയക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.